ഉലമാക്കന്മാർ പറയും ഒരാളുടെ നിസ്കാരത്തിൽ ഖുശൂ ഉണ്ടാവാൻ 10 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. 1, തഖ്വ കാത്തു സൂക്ഷിക്കുക. എപ്പോ ജീവിതത്തിലും എന്നും ഏത് സമയത്തും നമ്മൾ ഹറാമിൽ നിന്ന് മാറി ഹലാലുകൾ അനുഭവിക്കുന്നവരായി മാറിയാൽ നമ്മുടെ നിസ്കാരത്തിൽ തഖ്വ വരുന്നു, ഭക്തി ഉൾക്കൊള്ളാൻ കഴിയുന്നു. നമ്മൾ പാപികളായി വന്ന് ദുഹ്റിസ്കരിക്കാൻ വന്നാൽ ആ പാപക്കറകൾ നമ്മുടെ നമസ്കാരത്തിനകത്ത് ഇങ്ങനെ തേട്ടി വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഖുശൂ കിട്ടൂല. 2, മുനാജാത്ത്. ഇതൊരു മുനാജാത്ത്. ഞാൻ എൻ്റെ റബ്ബിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, എനിക്ക് കുറച്ച് പറയാനുണ്ട് എന്ന രൂപത്തിൽ ഞാൻ എൻ്റെ റബ്ബുമായുള്ള ഒരു രഹസ്യ സംസാരമാണ് എന്ന് നിസ്കാരത്തിന് ഉതുണ്ടാക്കി കൈകെട്ടുമ്പോൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരാം. 3, ഞാൻ ആരുടെ മുമ്പിലാണ് നിൽക്കുന്നത്? നാട്ടിലൊരു ഓഫീസറുടെ മുമ്പിൽ, ഒരു MLA മുമ്പിൽ, MP മുമ്പിൽ തുണി താഴ്ത്തിയിട്ട് ഭക്തി പുരസ്സരം മുടിയൊക്കെ ചീകി നിൽക്കണം. നമ്മള് പടച്ചോന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്നൊരു നല്ല ബോധം, ഒരു ഫീലിംഗ് കൊണ്ടുവരണം. 4, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൊത്തം പഠിപ്പിച്ചൊരു മര്യാദയാണ് സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി. ഞാൻ നമസ്കരിച്ചതുപോലെ നിങ്ങൾ നമസ്കരിക്കണേ. നബി പഠിപ്പിച്ച സുന്നത്തായ ഒരു രൂപങ്ങളുണ്ട്. നബിന്റെ സുന്നത്തിൽ വന്ന നമസ്കാരത്തിന് രൂപമുണ്ട്. ആ രൂപത്തിൽ നിസ്കരിക്കുക. 5, സ്വലാത്തി മുവദ്ദിഇൻ. ഇതെന്റെ അവസാനത്തെ നിസ്കാരമായിരിക്കുമോ എന്ന് ചിന്തിച്ച് നിസ്കരിക്കുക. 6, നമ്മുടെ നമസ്കാരം നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ശൈത്താനിനെതിരെയുള്ള ശത്രുതയോടെ പിശാചിന്റെ ശർറുകളെ കരുതിയിരുന്നു കൊണ്ട് ജീവിക്കുക. 7, എപ്പോ നമസ്കരിക്കുമ്പോഴും ഒഴിഞ്ഞ് നമസ്കരിക്കാതെ മുൻപിൽ മറവെച്ച് നിസ്കരിക്കുക. ഒരു ചുമര് അല്ലെങ്കിൽ അവിടെ വെച്ചത് സൂത്ര, എന്തെങ്കിലും ഒരു മുൻപിൽ മറയില്ലാതെ ഓപ്പണായി നിന്ന് അവിടെ നമസ്കരിച്ച നമ്മുടെ മനസ്സ് നമ്മുടെ നമസ്കാരത്തിനൊക്കെ അത് ഷെക്കിലുകൾ ഉണ്ടാക്കുമെന്നാ പറഞ്ഞു. 8, വതർക്കുൽ ലഗ്വി. നിസ്കാരത്തിനകത്തുള്ള അനാവശ്യമായ ചലനങ്ങൾ ഒഴിവാക്കുക. മുടി നേരാക്കലും, പാൻറ്റിന്റെ ബെൽറ്റ് ഇടലും, ഷർട്ട് നേരാക്കലും, ഇതെല്ലാം നേരാക്കേണ്ടത് നിസ്കാരത്തിന്റെ ഇടയിൽ ആവരുത്. 9, അവിടുന്ന് നമ്മളോട് കൃത്യമായി കൊണ്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി തരുന്നുണ്ട്. നമ്മൾ ഓതുന്ന, പ്രാർത്ഥിക്കുന്ന, ചൊല്ലുന്ന പ്രാർത്ഥനകളുടെ അർത്ഥം എന്താണെന്ന് അറിയണം. എന്താ നമ്മൾ ചോദിക്കുന്നത്? നമുക്ക് അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വജ്ബുർനി വഹ്ദിനി വർസുഖ്നി വആഫിനി. ഇത് വെറും വാക്കല്ല, എല്ലാം ഉൾട്ട് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കണം. നമ്മള് നമസ്കാരത്തിനകത്ത് സലാം വീട്ടുന്നതിന്റെ ഇടയ്ക്ക് നമ്മൾ പടച്ചോനോട് ചോദിച്ചത് എന്താണ് എന്നുള്ളത് അർത്ഥമറിഞ്ഞ് ചോദിക്കുക. 10, ധൃതിയില്ലാതെ നിസ്കരിക്കുക. നമ്മളുണ്ടല്ലോ അലാറം വെച്ച് 2 മിനിറ്റിന്റെയും 3 മിനിറ്റിന്റെയും ടൈം കണക്കാക്കി നിസ്കരിക്കാൻ പറ്റുന്ന സ്വഭാവം, അത് മാറ്റി 10 മിനിറ്റ് നേരത്തെ ഇറങ്ങി ഒതുണ്ടാക്കി സുന്നത്ത് നിസ്കരിച്ച് ഇമാമിനെ കാത്തു നിന്ന് ഇഖാമത്ത് കേട്ട് അതിൽ 1ാമത്തെ സഫിൽ നിന്ന് അങ്ങനെ ഒരു 10 നിസ്കാരം നിർവഹിച്ചോക്ക്. പിന്നെ നമുക്ക് നമ്മുടെ നമസ്കാരത്തെ ചിട്ടപ്പെടുത്താൻ സാധിക്കും.